CPI ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, സുനിൽ ഐസക് പറയുന്ന വിവരമനുസരിച്ച് ഓൾറെഡി ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ MV ഗോവിന്ദൻ ബിനോയ് വിശ്വവുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിടുക്കത്തിൽ ഒരു പ്രതികരണത്തിലേക്കോ നടപടിയിലേക്കോ കടക്കരുത് എന്ന ആവശ്യം CPM സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഐക്കകത്ത് രൂപപ്പെട്ട നിലവിലുള്ള ഒരു തീരുമാനം നാളത്തെ ദേശീയ സമിതിയിൽ കൂടി ഒരു ചർച്ച ചെയ്തതിനു ശേഷം പരസ്യമായ പ്രതികരണത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ MN സ്മാരകത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണോ കരുതേണ്ടത്? സൈഫുദ്ദീൻ, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI തുടക്കം മുതൽ പറയുന്ന നിലപാട് അവർ ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം ബിനോയ് വിശ്വം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിനകത്ത് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ ബിനോയ് വിശ്വന്റെ ഭാഗത്ത് നിന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അതിനുശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഇതിനകത്ത് പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഇതിനകത്ത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും തമ്മിൽ ഒരു ഫോണിൽ ആശയവിനിമയം നടന്നു തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ലാത്തതാണ്. കാരണം അത്തരത്തിലൊരു സംസാരം ഈ ഒരു സമയത്ത് നടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് CPI കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും അതിനകത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും ആശയവിനിമയം നടന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനകത്ത് CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിശദീകരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടതുപക്ഷം ഇപ്പോൾ പോകേണ്ട വഴിയിലൂടെയല്ല പോകുന്നത്. അപ്പോൾ CPIയുടെ നിലപാട് വളരെ കൃത്യമാണ്. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി ജനങ്ങളോടും മുന്നണിയോടും ഇതേക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന്, CPIക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കുണ്ട് എന്നുള്ള പ്രതികരണം നടത്തിയത് മന്ത്രി GR അനിലാണ്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് CPI ഇതിനകത്ത് അവരുടെ നിലപാട് പറഞ്ഞു പോവുകയാണ്. ഇതിനകത്ത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങളില്ല, ഞങ്ങൾ എന്ത് കാര്യമാണോ തുടക്കം മുതൽ പറയുന്നത് അതിനകത്ത് ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുകയാണ് CPI നേതൃത്വവും CPI മന്ത്രിമാരും ചെയ്യുന്നത്. ഇതിനകത്ത് CPIക്ക് ഇനി എന്തെങ്കിലും തരത്തിൽ ചെയ്യാൻ കഴിയുന്നത് ഒന്നുകിൽ CPM പറയുന്നത് പോലെ ഒരു അനുനയത്തിന് വഴങ്ങുക, LDF മുന്നണിയുടെ കെട്ടുറപ്പിന് ഒരു ദോഷം തട്ടാത്ത രീതിയിൽ, ഒരു കോട്ടം സംഭവിക്കാത്ത രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ LDFന് വഴങ്ങിക്കൊണ്ട് CPIക്ക് വഴങ്ങിക്കൊണ്ട് CPMന് CPI വഴങ്ങിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള നിലപാട് വേണമെങ്കിൽ CPIക്ക് സ്വീകരിക്കാം. ആദ്യം സ്വീകരിച്ച നിലപാട് PMC പദ്ധതിയിൽ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള സ്വീകരിച്ച നിലപാട് അത് വീണ്ടും തുടർന്നു പോകാം. പക്ഷേ അത് അങ്ങനെ സ്വീകരിച്ചു പോയാൽ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. അതല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗൂഢാലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ CPI സംസ്ഥാന സെക്രട്ടറി ഭാഗത്തു നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തുകൊണ്ട് മന്ത്രിസഭയിൽ 2 വട്ടം ചർച്ച ചെയ്തിട്ടും അത് എതിർപ്പിനെ തുടർന്നും അതൃപ്തിയെ തുടർന്നും മാറ്റിവെച്ച കാര്യം മൂന്നാമത്തെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അത് ആ അജണ്ടയിൽ ഇല്ലാത്ത വിഷയമായിരുന്നിട്ട് പോലും അത് ചർച്ച ചെയ്യാമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് മന്ത്രിമാർ ആരും ഒരു മറുപടി പോലും പറഞ്ഞില്ല എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനകത്ത് ഉയരുന്നുണ്ട്. അപ്പോൾ ഗൂഢാലോചന സംശയിക്കുന്നതിനകത്ത് തെറ്റില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഗൂഢാലോചന എവിടെ നടന്നു അതിനകത്തടക്കം CPI നേതൃത്വത്തോട് LDFും അതുപോലെ തന്നെ CPMും മറുപടി പറയേണ്ടി വരും. അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇതിനിടയിൽ ഒരു കൂടിയാലോചനകൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. CPI സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് ഒരു അരമണിക്കൂറിനകമായ യോഗം അവസാനിച്ചതിനു ശേഷം CPIയുടെ നിലപാട് ഇനി മുന്നോട്ട് എന്താണ് എന്നുള്ളത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ വിശദീകരിക്കും. എന്തായാലും തുടക്കത്തിൽ സ്വീകരിച്ച നിലപാട് PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കരുത്, ഒരു തരത്തിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകരുത്, ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PMC, അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒപ്പുവെക്കാൻ പാടില്ല എന്നുള്ള കാര്യം CPI ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു അടി പിന്നോട്ട് പോകാൻ CPI ഇതുവരെ തയ്യാറായിട്ടില്ല. സെക്രട്ടേറിയറ്റ് യോഗത്തിലും CPI സംസ്ഥാന സെക്രട്ടറിയും മറ്റംഗങ്ങളും അതേ നിലപാട് തന്നെ സ്വീകരിക്കാനാണ് സാധ്യത. അതായത് മന്ത്രിസഭാ യോഗത്തിലടക്കം പൂർണ്ണമായിട്ട് CPI മന്ത്രിമാരെ അവഗണിച്ച CPMന്റെ നിലപാടിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത് ഒപ്പുവെച്ചു അത് വിശദീകരിക്കേണ്ട ബാധ്യത വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ട്. അപ്പോൾ LDF യോഗത്തിലും ഈ പറയുന്ന മുന്നണിയുടെ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിലും കേരള പൊതുസമൂഹത്തിന് മുമ്പിലും അത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ പറയുന്ന PMC പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് എന്നുള്ള പ്രതികരണം നടത്തിയത് മന്ത്രി GR അനിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെ ഇരുട്ടിൽ നിർത്തി, ഇതിനൊക്കെ എന്ത് മാനദണ്ഡത്തിന്റെ പ്രകാരമാണ് ഇത് ചെയ്തത്? ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും സഹകരിക്കാതിരുന്നപ്പോൾ പിന്നീട് എന്തുകൊണ്ട് ആരോടും ചർച്ച ചെയ്യാതെ പോയി ഒപ്പിട്ടു? അപ്പോൾ ഇതിനകത്ത് നടന്നിട്ടുള്ള ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള പ്രതികരണം ബിനോയ് വിശ്വം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI ഒരു തരത്തിലും
ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും CPIയുടെ മുന്നോട്ടുള്ള തീരുമാനം എന്താകുമെന്നുള്ളത് ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം അറിയാൻ കഴിയും. രാഷ്ട്രീയ കേരളം അങ്ങേയറ്റം ഉറ്റുനോക്കുന്ന വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് CPI എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ്. അതിനകത്ത് CPIയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കൃഷിവകുപ്പ് അടക്കം കേന്ദ്രത്തിന്റെ പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് വാങ്ങിയെടുത്തത് പല പദ്ധതികളിലും ഒപ്പിട്ടത് കൊണ്ടല്ലേ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CPIയെ അനുനയിപ്പിക്കാം, PMC പദ്ധതിയിൽ നിന്ന് CPIയെ അനുനയിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ LDF പറഞ്ഞാൽ പോലും അതിന് ഒരുപക്ഷെ CPI വഴങ്ങില്ല. ഇപ്പോൾ അത് CPI വഴങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് രാഷ്ട്രീയ കേരളത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ നാണക്കേട് കൂടിയായിരിക്കും. കാരണം പറഞ്ഞ നിലപാടിൽ നിന്ന് പല വിഷയങ്ങളിലൊക്കെ നമുക്കറിയാം. എലപ്പുള്ളിയിലെ ബ്രൂവറി പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI വലിയ തരത്തിലുള്ള എതിർപ്പ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ ഒരു അനുനയത്തിന്റെ പാതയിലൂടെ അനുനയിപ്പിച്ചുകൊണ്ട് CPMന്റെ പാതയിലേക്ക് CPIയെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ CPIയുടെ നിലനിൽപ്പിന്, CPIയുടെ നിലപാടിന് ഈ പറയുന്ന രീതിയിൽ ഒരുപക്ഷെ CPIയുടെ നിലപാടിനെ അടക്കം ഒരു ചോദ്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകും. അപ്പോൾ ആദ്യം സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഇപ്പോഴും CPI പിന്നോട്ട് പോകാത്ത ഒരു നിലപാടിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായിട്ട് തന്നെ CPIക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് CPIയുടെ നിലപാട് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ആദ്യം സ്വീകരിച്ച നിലപാടിൽ തന്നെ CPI ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് സംബന്ധിച്ചുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വന്റെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇപ്പോൾ TK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു ഒരു സംഗതിക്ക് കൂട്ടുനിന്ന് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. ഈ ഗവൺമെൻറ്റിൻ്റെ, ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഈ ഫ്ലാഗ് എൻഡിൽ അല്ല ഏറ്റവും അവസാനം കുറേ ഫണ്ടിൻ്റെ കാര്യം പറയുന്നത് അതത്ര വിശ്വസനീയമല്ല. അപ്പം അത് എന്താണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നറിഞ്ഞൂടാ. പിന്നെ അവരുടെ ഘടകകക്ഷികൾക്ക് തന്നെ മനസ്സിലായിട്ടില്ലല്ലോ എന്താ സംഭവിച്ചത് എന്നുള്ളത്. അവർ തന്നെ കഴിഞ്ഞ അന്താളിപ്പിലാണ്. അപ്പോൾ തീർച്ചയായും ഇത് ഇന്ത്യയിലെ BJP വിരുദ്ധ പാർട്ടികളുടെ മുഴുവൻ വീക്ഷണത്തിന് എതിരാണ്. അത്തരം ഒരു കാര്യം നേരെ ചെന്നൊപ്പിട്ട് കേരളം നടപ്പിലാക്കുകയാണ്. അതിനോട് യോജിക്കാൻ ഒരു വിധത്തിലും കഴിയില്ല. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു ഗൗരവമില്ലാത്ത ചെറിയ ഒരു കാര്യം എന്നുള്ള തരത്തിൽ